ഹായ്, മൈ കാൻഡിഡേറ്റ് ഡോട്ട് ഇൻ എന്നുള്ള വാർഡ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഇതൊരു പുതിയ സിസ്റ്റം അല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കാലങ്ങളായിട്ട് നമ്മുടെ ആളുകൾ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്കറിയാം അവർ ചെയ്യുന്ന രീതികൾ. ആദ്യം അവർക്കൊരു വോട്ടർ പട്ടിക കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതാണ് നമ്മുടെ വോട്ടർ പട്ടികയുടെ സാമ്പിൾ. വോട്ടർ പട്ടിക കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരെയും തിരഞ്ഞു പിടിച്ച് ആ ആളുകൾ നാട്ടിലുണ്ടോ, ആൾ വോട്ട് ചെയ്യോ എന്നൊക്കെ ചൂസ് ചെയ്ത ഡീറ്റെയിൽസ് അയക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യണം അതേ രീതി തന്നെയാണ്. അവർ വോട്ട് ചെയ്യോ ഇല്ലയോ, അതേപോലെ അവർ ഏത് കാറ്റഗറിയിൽ പെടും, അവർ നമ്മുടെ വോട്ടാണോ അല്ല നമുക്ക് കുറച്ച വോട്ടല്ലേ, അല്ലെങ്കിൽ ഒരു ചാഞ്ചാടി കളിക്കുന്ന വോട്ടാണോ, അല്ലെങ്കിൽ അവർ നമുക്കെതിരായിട്ട് നിൽക്കുന്ന വോട്ടാണോ എന്നുള്ളത് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ അവരുടെ മൊബൈൽ നമ്പർ അടിച്ചിട്ട് നമുക്കിതിലേക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. കാൻഡിഡേറ്റിനെ ഇവർ സ്ഥാനാർത്ഥി നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോട്ട് ചെയ്യാൻ കഴിയും. അവരിപ്പോൾ ഏത് നാട്ടിലാണ് ഉള്ളത് അതിവിടെ കാണിക്കാം. ഓക്കെ, അതേപോലെ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സെർച്ച് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയില്ല, പലപ്പോഴും നമ്മുടെ എവിടെയെങ്കിലുള്ള ആൾക്കാർ ഇരുന്ന് തപ്പി പരതി എടുക്കേണ്ട ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട്. പല ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ് ഈ ഡീറ്റെയിൽസ് പരതി എടുക്കട്ടെ എന്ന് സ്ഥിരമായിട്ട് പറയാറുണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നയാളെ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്തെടുക്കാം. ഓക്കെ, സെറീന ഇന്നയാളിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ആൾക്കാരെ പെട്ടെന്ന് സെർച്ച് ചെയ്തെടുക്കാം. മറ്റൊരു പ്രശ്നമാണ് ഒരു വീട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആളുകളുടെ എത്ര പേർക്കാണ് വോട്ടുള്ളത് നമുക്കറിയാം. പക്ഷേ ആൾക്കാരൊക്കെ പലരും പല സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്ഥാനാർത്ഥി പോയി കഴിഞ്ഞാൽ ഓരോ ആൾക്കാരെ പേരെടുത്ത് വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിക്ക് പറ്റില്ല. കാരണം സ്ഥാനാർത്ഥി അറിയില്ല എത്ര പേര് അവിടെ ഉണ്ടെന്നുള്ള സ്ഥാനാർത്ഥിക്ക് അറിയില്ല. നമ്മളൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫാമിലിയിലേക്ക് നമ്മൾ ആളുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആളുകളെല്ലാം അവിടെ വീട്ടിൽ വെച്ചിട്ട് ചോദിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ അതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ വോട്ടർ പട്ടിക നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പോർഷൻ എടുത്ത് കട്ട് ചെയ്ത് ഒരാളെ ഏൽപ്പിച്ചിട്ട് പറയും, നീ പോർഷൻ നീ നോക്ക്, ബാക്കിയുള്ള പോർഷൻ ഞാൻ നോക്കാമെന്നൊക്കെ പറയാറുണ്ടല്ലോ. ആ രീതി നമുക്ക് ഇതിലും ചെയ്യാൻ പറ്റും. നമ്മളിവിടെ അവരെ വളണ്ടിയർ ആക്കിയിട്ട് ആ വളണ്ടിയറിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര നമ്പർ ഓഫ് വോട്ട് അവരെടുത്ത് എത്ര നമ്പർ ഓഫ് വോട്ട്സ് നീ ചെക്ക് ചെയ്യും, ബാക്കിയുള്ള നമ്പർ മറ്റേ ആൾ ചെക്ക് ചെയ്യട്ടെ, മറ്റൊരാൾ വേറെ രീതി അവർ ചെക്ക് ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കുറച്ച് പേർക്ക് ഈ വോട്ടുകൾ അസൈൻ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഓക്കെ, പിന്നെ വളണ്ടിയേഴ്സ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളണ്ടിയേഴ്സിന് എത്ര വോട്ടാണ് വളണ്ടിയറിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അതിൽ ആൾ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ അതൊന്നും കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ്, നമ്മുടെ ഒരു വളണ്ടിയർ വന്നു കഴിഞ്ഞാൽ, ഒരാൾ വന്നു കഴിഞ്ഞാൽ ആൾ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല അല്ലേ. നമ്മൾ പലപ്പോഴും ഒരു പോളിംഗ് ബൂത്തിൽ നിന്ന് നമ്മുടെ ഇലക്ഷൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്ലിപ്പ് കൊടുത്തു വിടും. ആ സ്ലിപ്പിൽ നമ്മുടെ ഇരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഈ നമ്പർ കൊണ്ടുവന്ന് നമ്മൾ ഓരോ ആൾക്കാർ, ഇപ്പോൾ ഒരു നമ്പർ 400 ആയിരിക്കും, ഒരു നമ്പർ 700 ആയിരിക്കും, ഒരു 690 ആയിരിക്കും. അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഇതൊരു വളരെ ഈസിയാണ്. നമുക്ക് സീരിയൽ നമ്പർ 690 വന്നു, 456 വന്നു എന്നിട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ലോഡ് ചെയ്താൽ മതിയാവും. പിന്നെ ഇതൊന്നും കൂടാണ്ട് നമുക്ക് വോട്ടർ സ്ലിപ്പ് ആണെങ്കിൽ അതിവിടെ ചെയ്യാൻ പറ്റും. വോട്ടർ സ്ലിപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ഇതിനോട് കൂടെ നമുക്ക് ഈ നമ്പേഴ്സ് കംപ്ലീറ്റ് എക്സ്പോർട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് വരും. അതുപോലെ നമ്മൾ എത്ര പേരെ നമ്മുടെ വോട്ട് ചെയ്യുന്നുണ്ട്, എത്ര പേര് റെഡിലുണ്ട്, എത്ര പേര് ഗ്രീനിലുണ്ട്, എത്ര പേരെ കാൻഡിഡേറ്റ് വെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് റിപ്പോർട്ടായിട്ട് എടുക്കാനും കഴിയും. അപ്പോൾ നമ്മുടെ വോട്ടിംഗ്, നമ്മൾ ചെയ്യുന്ന ഫീൽഡ് വർക്ക് എല്ലാം ഒരു സിസ്റ്റമാറ്റിക് സെറ്റപ്പോട് കൂടി നമുക്ക് ഒരു തെറ്റ് പോലും സംഭവിക്കാത്ത രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കിത് ചെയ്യല്ലേ. ഇതിൻ്റെ കൂടുതൽ ഡെമോ കാര്യങ്ങൾ നിങ്ങളുടെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു.